ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? താൻ ആരാ ചോദിക്കാൻ? ഈ പറമ്പ് ഇപ്പൊ കേശവൻകുട്ടിയുടേതാ. അയാൾ പറഞ്ഞു ഒളിച്ചു മാറ്റാൻ അതിനുള്ള കൂലി മുൻകൂർ വാങ്ങിയിട്ടുണ്ട്. കൂലി തിരിച്ചു കൊടുത്തിട്ട് കേശവൻകുട്ടിയോട് പറഞ്ഞേരെ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന്. തന്റെ ഒരു സമ്മതം. നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കൈ എന്റെ ദൈവമേ. ഓ 400 രൂപ വാങ്ങി നാളെ തല്ലും കൊണ്ടേച്ച് വന്നിരിക്കുക. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ള അളിയാ. എന്തോന്ന് സോൾവ് ചെയ്യാൻ? ഇതൊക്കെ കേശവൻകുട്ടിക്ക് അറിയാൻ പറഞ്ഞിട്ടൊന്നും അല്ല. അച്ഛനോടെ പോയിരുന്നു. ഒരു സ്മോൾ കഴിക്കുന്നു. ഞാൻ സുജാതയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ടെന്നോ? എന്റെ മനസ്സിലാക്കിയോട് ചോദിച്ചിട്ട്. ആ പെൺകൊച്ചിന്റെ ശവത്തിന് സമാധാനം പറയാനും ഈ വയസ്സുകാലത്ത് ജയിലിൽ കിടക്കാനും വയ്യഞ്ഞിട്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ തല്ലിക്കൊല്ലാം. നീ അതിന് മടിക്കാത്തവനാണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം അറിയുന്നുണ്ടടാ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? കമ്പനി ബോറാക്കിയല്ലേ? സോറി. കേശവൻകുട്ടി, ആരാത്? ഞാനാ. നമ്മുടെ കൃഷ്ണനെ കാവിനടുത്ത് വെച്ച് വിഷം തീണ്ടി വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി. അയാൾ കൈവിട്ട പോലെ. അതിപ്പോ ഞാനെന്ത് വേണം? മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. കാറ് ഇടും മാപ്പളെ. ഞാൻ കാറ് വാങ്ങി എന്റെ ആവശ്യം മനസ്സിലായോ? കേശവൻകുട്ടി, മെനക്കെടുത്താ ഒന്ന് പോറോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അനന്ത കുഞ്ഞിന്റെ കാറ് ചോദിക്കാം. അങ്ങോട്ട് പോവാം. വാ വാ. എങ്ങനെയുണ്ട്? കൃഷ്ണ, കൃഷ്ണ, അനന്ത, അനന്ത, നമുക്ക് വേഗം മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാം. എങ്ങും കൊണ്ടുപോയിട്ട് കാര്യമല്ല. ഇത് കരിമൂർക്കനാ. അനന്ത, നിന്നോട് ചെയ്ത പാവങ്ങൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ പാടില്ല. അനന്തൻ എന്നോട് പൊറുക്കണം. അന്ന് എന്നെ വിഷം തീണ്ടി ഇവിടെ കൊണ്ടുവന്നത് കേശവൻകുട്ടി കളിച്ച നാടകമായിരുന്നു. നീ എന്തായി പറയുന്നത്? സത്യത്തിൽ അന്ന് എന്നെ വിഷം തീണ്ടിയിരുന്നില്ല. ഇത് നിനക്കുള്ളത്. എല്ലാം ഭംഗിയായി നടന്നാൽ ഇതുപോലെ ഒരു കുപ്പി കൊടുത്തൽ.
അഭിനയം ഗംഭീരമാകണം. അനന്തം കണ്ടാൽ സത്യത്തിൽ നിന്നെ പാമ്പ് കടിച്ചാണ് തോന്നണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ആ വൈദ്യനോട് പറഞ്ഞിട്ടുണ്ട്. സത്യം എങ്ങാനും പുറത്തറിഞ്ഞ ഒന്നും അറിയില്ല. നീ ആരോടും പറയാതിരുന്നാ മതി. ചെല്ലേ. അനന്ത, എന്നെ ഉപദ്രവിക്കരുത്. കേശവൻകുട്ടി പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അനന്ത, അയാളെ ഒന്നും ചെയ്യരുത്. അമ്മണിയുടെ വീട്ടിലോട്ട് വേഗം ചെല്ല. അവളെ കൊല്ലും ഞാൻ അവനെ. ഈ മഹാഭാവിയെ കൊന്നിട്ട് നീ നിന്റെ ജീവിതം തൊലയ്ക്കുന്നു. അനന്ത, അമ്മ പറഞ്ഞതാ ശരി. ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതെന്താ? തല്ലി കൊല്ലണം അവനെ.